ആ സരയു അങ്ങനെ എവിടുന്ന് വന്നതല്ല. ഈ മഞ്ജരിയുടെ ക്ലോസ് ഫ്രണ്ട് അവള്. നമ്മുടെ കമ്പനിയെയും നമ്മുടെ കുടുംബത്തെയും നശിപ്പിക്കണമെന്ന ഒറ്റ ചിന്തയോടെ ജീവിക്കുന്ന ആ സരയുവിനോടൊപ്പം ചേർന്ന് ഈ മഞ്ജരി നമ്മളെ എല്ലാവരെയും ചതിക്കായിരുന്നു. സത്യത്തിൽ ആ സരയുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ ഈ മഞ്ജരിയാണ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാം സരയുവിന്റെ ഭാഗത്തേക്ക് മാറ്റി കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം സരയുവിന് കൊടുക്കാൻ വേണ്ടി ഇവളതെല്ലാം ചെയ്തു കൂട്ടിയത്. നമ്മൾ ആ ടെൻഡറിന് വേണ്ടി കോട്ട് ചെയ്ത തുക ലീക്ക് ചെയ്ത് ആ ടെൻഡർ സരയുവിന് കിട്ടാൻ സഹായിച്ചതും ഇവളാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമുക്കുണ്ടായ ആക്സിഡന്റ് പോലും സരയുവും മഞ്ജരിയും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തതാ. അത് മാത്രമല്ല, നമ്മൾ എല്ലാവരും ചേർന്ന് ബസ്സിൽ നാട്ടിലേക്ക് പോകുമ്പോ ഒരു ആക്സിഡന്റ് പ്ലാൻ ചെയ്തതും ഇവര് തന്നെയാണ്. നമ്മളുടെ അടുത്തുനിന്ന് ചക്കി അകറ്റാൻ വേണ്ടി പാർവതി എന്നൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നതേ മഞ്ജരിയ. ആ പാർവതി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചക്കിയെ ബീഹാർ ഗാങ്ങിന് വിൽക്കാനാണ് ഇവള് ശ്രമിച്ചത്. ആ പാർവതിക്ക് കൊടുക്കാനും ഡൽഹിയിൽ നിന്ന് വന്ന അഡ്വക്കേറ്റിന് കൊടുക്കാനും മഞ്ജരി ലക്ഷങ്ങളാണ് ചെലവാക്കിയിരിക്കുന്നത്. കോടതിയിൽ കേസ് നമുക്ക് അനുകൂലമായപ്പോ പാർവതിക്കും ലോയറിനും കൊടുക്കാൻ കൂടുതൽ കാശിന്റെ ആവശ്യം വന്നു. അതിനുവേണ്ടിയ ചക്കയുടെ മാല മോഷ്ടിച്ച് സരയുവിനെ ഏൽപ്പിച്ചത്. എന്നിട്ടതെല്ലാം ചാരുവിന്റെ തലയിൽ വെച്ച് കെട്ടി. ഇതുപോലെ പല തെറ്റുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കള്ളമാണ് മിഥുൻ. എനിക്ക് മിഥുനോടുള്ള സ്നേഹം അറിയില്ലേ? നമ്മുടെ കല്യാണം നടക്കാൻ പോവല്ലേ, ഞാൻ പിന്നെ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ? ഇവളീ പറയുന്നതൊക്കെ കള്ളമാണ് മിഥുൻ. ആരാ ഇപ്പൊ കള്ളം പറഞ്ഞ് അഭിനയിക്കുന്നത്? നീയും സരയും ചേർന്ന് നടത്തിയ എല്ലാ കളികളെ കുറിച്ചും സരയുവിന്റെ PA ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ പറയുന്നതൊക്കെ ഫേക്കാണ് മിഥുൻ. നീ ഇതൊന്നും വിശ്വസിക്കരുത്. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കാൻ ഈ മേഖല ഓരോന്ന് ഉണ്ടാക്കി പറയുന്നതാ. അതിനുവേണ്ടി ഒരു ബോധമില്ലാത്ത ഈ കിളവൻ ഈ നിൽക്കുന്നവളെ ഹെൽപ്പ് ചെയ്തതാ. മിഥുൻ, നീ എന്നെ തല്ലിയല്ലേ മിഥുൻ? നിന്നെ തല്ലല്ല വേണ്ടേ. ഇനിയൊരു വാക്ക് എന്റെ ഡാഡിനെ കുറിച്ച് പറഞ്ഞാ കൊന്നു കുഴിച്ചു മൂടി ഞാൻ. അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മിഥുൻ. ഇവര് രണ്ടുപേരും മനഃപൂർവ്വം ഇതെല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കുന്നതാ. പ്ലീസ് എന്നെ വിശ്വസിക്കേ. വിശ്വസിക്കില്ല. ഈ നിമിഷം വരെ ഞാൻ ഈ മേഘനയേക്കാൾ ഏറെ നിന്നെ വിശ്വസിച്ചു. ഞാൻ എന്റെ മേഘനയെ മറന്ന് നിന്നെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു. പക്ഷെ നീ എന്നിൽ നിന്ന് എന്റെ ചക്കിയെ പോലും അകറ്റാൻ ശ്രമിച്ചു. നീ എന്ത് തെറ്റ് ചെയ്തിരുന്നെങ്കിലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ ചക്കിയുടെ കാര്യത്തിൽ നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അങ്ങനെയല്ല മിഥുൻ, മേഘന പറയുന്നതൊക്കെ കള്ളോ. ആ സരയു ആരാണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. Shut up!
ഇനിയും നിന്നെ ഞാൻ വിശ്വസിക്കാൻ അത്രയ്ക്ക് വലിയ പൊട്ടനൊന്നുമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ചതും പോരാഞ്ഞ് എന്നെ കൊന്ന് എന്റെ സ്വത്തും കൂടെ വേണമെന്നാണ് നിന്റെ ആഗ്രഹം. എന്റെ കൂടെ തന്നെ നിന്ന് എന്നെ ഇങ്ങനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? മേഘനയെ കല്യാണം കഴിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നാ വിചാരിച്ചേ. പക്ഷെങ്കിൽ നിന്നെ പോലെ വൃത്തികെട്ടവളെ പ്രേമിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഔട്ട്! എന്താ മിഥുൻ, അപ്പൊ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുവാണല്ലേ? ശരിയാ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാ അതൊന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല, നിനക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത്. നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത്. എനിക്കും നിനക്കും ഇടയിൽ ഒരിക്കലും ഈ മേഘനയോ ചക്കിയോ ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഞാൻ ആ തെറ്റുകളൊന്നും ഒറ്റയ്ക്കല്ല ചെയ്തത്. ദേ നിൽക്കുന്നു നിന്റെ ചെറിയമേ ഇതിനെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങൾ ഒന്നിച്ച് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. എന്തിനാ എന്നെ ഇതിൽ വലിച്ചഴിക്കുന്നത്? അയ്യോ, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല മിഥുൻ. ആന്റി ഇതിന് എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്ത് പണിഷ്മെന്റ് ആണെങ്കിലും അത് നമുക്ക് ഒന്നിച്ചാ കിട്ടേണ്ടത്. നീ നിർത്ത്. ജയദേവേട്ടാ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം ജയദേവേട്ടാ. എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്യിപ്പിച്ചതാ. മാത്രമല്ല എല്ലാ പ്ലാനിങ് ഈ മഞ്ജരി ഒറ്റയ്ക്കാ നടത്തിയത്. മിഥുൻ, ഞാൻ എന്റെ മകനെ സത്യം ചെയ്ത് പറയാണ്. എന്റെ മകനോടുള്ള സ്നേഹം കൊണ്ടാ കൂട്ടുനിന്നത്, അല്ലാതെ നിന്നോട് എനിക്ക് പകയൊന്നുമില്ല. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ എന്റെ മകൻ കല്യാണം കഴിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ചാരുവിനോട് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടെന്നുള്ളത് സത്യ. പക്ഷെ മേഘനയോട് പോലും എനിക്ക് ഒരു വിരോധവുമില്ല. മോളെ മേഘനെ, ദയവ് ഇത് എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ ഇതൊക്കെ എന്റെ മോനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാ, അല്ലാതെ എനിക്ക് കുടുംബത്തോട് ഒരു പകയുമില്ല. ഇവിടെ എന്നെയും ആന്റിയും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതെന്റെ ചെറിയമ്മയാണ്, ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷെ നിന്നോട് അതിന് കഴിയില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്ക്. നമ്മൾ തമ്മിലുള്ള പ്രണയം മറന്നുപോയാ ഇത്. എന്നെ പിരിഞ്ഞിരിക്കാൻ ഇതിനെ കൊണ്ട് കഴിയില്ല. നിന്നോടുള്ള പ്രണയമൊക്കെ എന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു. ഇനിയും നീ ഇങ്ങനെ എന്റെ കൺമുമ്പിൽ തന്നെ നിൽക്കാനാണ് പ്ലാനെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താന്ന് എനിക്ക് പോലും അറിയില്ല. ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ? ഗെറ്റ് ഔട്ട്. നീ ഇത് സീരിയസ് ആയിട്ടാണോ? ഞാനിവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിനക്കും അതുപോലെ തന്നെയല്ലേ? നിന്നെയും നിന്റെ ഈ കുടുംബത്തെയും മുഴുവനായി നശിപ്പിക്കും ഞാൻ. ഇനി നീ എന്ത് നശിപ്പിക്കാനാടി? എന്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. മിഥുൻ, മിഥുൻ, എന്താ പറ്റിയത് മഞ്ജരി? മിഥുൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് നീ സ്വപ്നം കണ്ടോ? ഇതെങ്ങനെ ആന്റിക്ക് മനസ്സിലായി? നിന്റെ പേടിയും വെപ്രാളൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ. നിന്റെ സ്വപ്നത്തില് നിന്നെ മാത്രമാണോ പുറത്താക്കിയത്, അതോ
എന്നെയും ചവിട്ടി പുറത്താക്കുന്നുണ്ടോ? മിഥുനേട്ടാ, അച്ഛനും ചേച്ചിയും വരുന്നുണ്ട്. നിങ്ങൾ രണ്ടും ഇത് എവിടെ പോയതാ? വലിയ ഷെർലക് ഹോംസ് കളിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോയതാണോ? എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ എവിടം വരെയായി? കള്ളം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നോ അതോ നിങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചോ? എന്താ ഒന്നും പറയാനില്ലേ? വലിയ അന്വേഷണമൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, എന്നിട്ട് ഒന്നും കണ്ടുപിടിച്ചില്ല? ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി ഒന്നും ഇവിടുന്ന് പോയതല്ല. അച്ഛന് രാവിലെ എഴുന്നേറ്റപ്പോ നല്ല ശരീരം വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നതാ. അയ്യോ, എന്താ പറ്റിട്ടാണ്? ഒന്നുമില്ലടാ, രാവിലെ എണീറ്റപ്പോ ഒരു ചെസ്റ്റ് പെയിൻ പോലെ തോന്നി, അതാ ഹോസ്പിറ്റലിലേക്ക് പോയേ. ഡാഡ്, നിനക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? പറഞ്ഞ എല്ലാവരും ടെൻഷൻ അടിക്കുന്ന കരുതിയാ പറയാൻ ഞാൻ. ചാരു ഒന്ന് വന്നേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവർ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും പോയതല്ലെന്ന്. വെറുതെ ആവശ്യമില്ലാത്തവരൊന്ന് ചിന്തിച്ച് നിങ്ങളും ടെൻഷൻ അടിച്ചു, എന്നെയും ടെൻഷൻ അടിപ്പിച്ചു. കഥയങ്ങ് മാറിപ്പോയല്ലോ. ഒരു സുനാമി പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇവിടെ നിന്നത്. ഒരു ചെറിയ തിരമാല പോലും വന്നില്ലല്ലോ. അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത് ആന്റി. മേഘനയോട് ആ പി എല്ലാ സത്യങ്ങളും പറഞ്ഞു എന്നല്ലേ സരയു പറഞ്ഞത്? ഇവരെ കണ്ടിട്ട് ഇവര് ശരിക്കും ആശുപത്രി പോയതാണെന്നാ എനിക്ക് തോന്നുന്നത്. അതായത് സരയു നിന്നോട് കള്ളം പറഞ്ഞതായിരിക്കോ, അതോ ഇവരാണോ എല്ലാവരോടും കള്ളം പറയുന്നത്? സംതിങ് ഈസ് റോങ് ആന്റി. ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിട്ട് ഞാൻ കാണുന്നത് ഇത്. സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോലും മേഘന കാമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ സംതിങ് ഈസ് ഫിഷി. അവൾ എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നെന്ന് മനസ്സിലായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്ന് ഇപ്പൊ തന്നെ ഒന്ന് രക്ഷപ്പെടാൻ കഴിയും. സമയം കഴിയും തോറും നമ്മുടെ കെട്ട് മുറുകിക്കൊണ്ടിരിക്കും. അതെ അച്ഛാ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തതിന് താങ്ക് യു. അച്ഛന്റെ മനസ്സിലെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. സോറി. അച്ഛ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കോ? എന്താ മോളെ? മഞ്ജരിയാണ് ഇതൊക്കെ ചെയ്തെന്നുള്ള കാര്യം മിഥുനേട്ടൻ ഇപ്പൊ ഒരിക്കലും അറിയരുത്. അതെന്താണ് മോളെ? ആ നന്ദിയില്ലാത്തവളെ കുറിച്ച്, ആ വിശ്വാസ വഞ്ചികയെ കുറിച്ചും ഇതിന് അറിഞ്ഞേ പറ്റുള്ളൂ മോളെ. അച്ഛൻ പറയുന്നത് സത്യം തന്നെയെന്ന് എനിക്കറിയാം. മഞ്ജരി ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്തിരുന്നതെങ്കിൽ ഞാൻ തന്നെ ഇത് മിഥുനേട്ടനോട് ചെന്ന് പറഞ്ഞേനെ. പക്ഷെ ഇതിനെല്ലാം മഞ്ജരിയുടെ കൂടെ പ്രിയംവദാന്റിയും കൂട്ടു നിന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടി കാണിച്ചു കൂട്ടുന്ന എല്ലാ തെറ്റുകളെ കുറിച്ചും ഇതിനറിയണം. അത് വേണ്ടച്ച. മഞ്ജരി എന്ന് പറയുന്നത് കുടുംബത്തിന് പുറത്തുള്ള ആളാ. അവൾ എന്തേലും തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ അവളെ നമുക്ക് പെട്ടെന്ന് പുറത്താക്കാൻ കഴിയും. പക്ഷെ പ്രിയംവദാന്റി നമ്മുടെ കുടുംബത്തിലൊരു അംഗം തന്നെയാ. സ്വന്തം മകന് വേണ്ടി സ്വാർത്ഥതയോടെ എല്ലാം ചെയ്തതിന്റെ പേരിൽ ചെറിയമ്മയെ ശിക്ഷിക്കാൻ പാടില്ല. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ആരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ ചെറിയമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ല അച്ഛപ്പ ഇങ്ങനെയൊക്കെ പറയുന്നത്. മിഥുനേട്ടനെയും വിവേകിനെ കുറിച്ച് ഓർത്തതുകൊണ്ട് മാത്രം. പെറ്റ അമ്മയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിവേകിന് ഇതൊന്നും താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. അമ്മയെ പോലെ തന്നെ മിഥുനേട്ടൻ ചെറിയമ്മയെ സ്നേഹിക്കുന്നുണ്ട്. ഇതറിഞ്ഞ മിഥുനേട്ടന് നല്ല വിഷമാവും. കുടുംബത്തിന്റെ സമാധാനം തന്നെ നശിക്കും. എല്ലാവരെയും അത് ബാധിക്കുകയും ചെയ്യും. പക്ഷേ ആ മഞ്ജരി കാരണം നിന്റെ ജീവിതമല്ലേ നശിക്കുന്നത്? അവളെ നീ തന്നെ വേണം ഇവിടെ നിന്നും പുറത്താക്കാൻ. നിന്നെയും മിഥുനെയും തമ്മിൽ അകറ്റി ആ സ്ഥാനം പിടിച്ചെടുക്കാൻ അവൾ നോക്കുന്നത്. അത് മറികടക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാച്ച. ദയവ് ചെയ്ത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും അച്ഛൻ മിഥുനേട്ടനോട് പറയരുത്. വിവേകിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി, കുടുംബം ശിഥിലമാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. അച്ഛൻ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ ആരോടും സത്യം പറയാത്തത് കൊണ്ടാണല്ലോ നീ ഇപ്പൊ എന്നോട് സോറിയും താങ്ക്സ് എന്നൊക്കെ പറയുന്നത്. ഇന്നീ മറച്ചു വെക്കുന്ന സത്യത്തിന് നിന്റെ ജീവിതത്തിന്റെ വിലയുണ്ടെന്ന് എനിക്കറിയാം. അതാണ് എന്റെ പേടി. നീ ഇതൊക്കെ എന്തുകൊണ്ടാ മോളെ മനസ്സിലാക്കാത്തെ? ഈ കഷ്ടപ്പാടുകൾ നീ ഇനി എത്ര നാൾ സഹിക്കാനാ ഉദ്ദേശം?
എനിക്കിതൊന്നും ആലോചിക്കാൻ വയ്യ മോളെ. ഇനി നിന്നെ രക്ഷപ്പെടുത്താൻ ഈശ്വരനെ കഴിയൂ. പറഞ്ഞതെല്ലാം കേട്ടല്ലോ അല്ലേ? എല്ലാം കേട്ടു. എന്നെ നിനക്ക് പേടിയും ബഹുമാനം ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പേടിക്കണ്ട. നിന്റെ ഈ വൃത്തികെട്ട ശരീരത്തിൽ കൈവയ്ക്കാൻ തന്നെ എനിക്ക് ഉറപ്പാവുന്നുണ്ട്. ദിവസം കഴിയും തോറും നീ ഇത്രമാത്രം അധപ്പതിച്ചു പോകുന്നു എന്നറിയുമ്പോ എനിക്ക് സഹതാപമുണ്ട്. വന്നു കയറിയ നാൾ മുതൽ നീ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം അറിഞ്ഞു വെച്ചിട്ടും നിന്നെ ഒന്നും ചെയ്യാതിരുന്നത് എന്തെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ നീയാണെങ്കിലോ കൂടുതൽ നെറുകെട്ടവളായി മാറിക്കൊണ്ടിരിക്കുന്നു. നിന്നെ പേടിച്ചല്ല ഞാൻ ഒന്നും പറയാത്തെ. ഈ കുടുംബത്തിന് വേണ്ടിയും ഇവിടുത്തെ സമാധാനത്തിന് വേണ്ടിയും ചിന്തിക്കേണ്ടത് എന്റെ കടമയായതുകൊണ്ടാ. മിഥുനേട്ടന്റെ ജീവിതത്തിലേക്ക് എനിക്ക് മുന്നേ കയറി വന്നവളാണ് നീ. ഒരു നല്ല കൂട്ടുകാരിയായി, ഒരു പ്രണയിനിയായി മിഥുനേട്ടനൊപ്പം നീ ജീവിച്ചു. എന്നിട്ടും മിഥുനേട്ടന്റെ സന്തോഷത്തിലും ഉന്നതിയിലും സന്തോഷിക്കേണ്ട നീ മിഥുനേട്ടനെ വേരോടെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. നീ കാണിക്കുന്നത് പ്രണയല്ല മഞ്ജരി, പൈശാചികമായ മറ്റെന്തോ ആണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ടാണ് നിന്നോട് ക്ഷമിച്ചെന്നറിയാവോ നിനക്ക്? എന്നെങ്കിലും ഒരിക്കൽ നീ മാറി ചിന്തിക്കുമെന്നും മനുഷ്യരെ പോലെ ചിന്തിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധി ഉണ്ടാവുമെന്ന് നീ ഓർത്തോ. ഇനി അത് പരീക്ഷിക്കാൻ നീ മുതിരരുത്. ഇത് എന്റെ കുടുംബമാണ് മഞ്ജരി. നീ കാരണം ഇനി ഈ കുടുംബത്തിൽ ആരെങ്കിലും വിഷമിക്കേണ്ടി വന്നാ നിന്റെ കുഴി നീ തന്നെ എടുക്കുന്നതിന് തുല്യമായിരിക്കും അത്. ഇതാണ് നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ്. മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇനി ഇങ്ങനെ തന്നെ പോകാനാണെങ്കിൽ നിനക്ക് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടും. അമ്മേ, എന്റെ ഐ ഡി കാർഡ് എവിടെ? ദേരിക്കുന്നു, എടുത്തോ. ഞാനിതുവരെ ബെൽറ്റ് ഇട്ടിട്ടില്ല അമ്മേ, ടൈയും കെട്ടാനുണ്ട്. എന്താ ചിക്കു ഇത്? എല്ലാം ഞാൻ തന്നെ ചെയ്തു തരണം നിനക്ക്. നിന്റെ കാര്യങ്ങളെല്ലാം നീ തന്നെയല്ലേ നോക്കേണ്ടേ? ചക്കിയെ നോക്കി നിനക്ക് മുന്നേ റെഡിയായിരിക്കുന്നത് കണ്ടില്ലേ? നീയാണെങ്കി ഇതുവരെ ടൈ കെട്ടിയിട്ടില്ല, ബെൽറ്റ് ഇട്ടിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും നീ വലിയ മടിയനായിക്കൊണ്ടിരിക്കുക. എന്നാ ശരി അമ്മേ, എന്റെ ജോലികളെല്ലാം അമ്മ ചെയ്യും. അപ്പ അമ്മയ്ക്കെല്ലാം മനസ്സിലാവും. എന്താ ചിക്കു നീ ഇങ്ങനെ തർക്കുത്തരം പറയുന്നേ? ഇത്രയും കാലം നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്തേ, അല്ലാതെ അച്ഛനൊന്നും അല്ലല്ലോ. അത് ശരിയാ. ഇനി മുതൽ അമ്മ എന്റെ ഒരു കാര്യവും നോക്കണ്ട. ഇന്നു മുതൽ ഞാനേ എല്ലാ കാര്യങ്ങളും അച്ഛനെ കൊണ്ട് തന്നെ ചെയ്യിച്ചോളാം. ചെല്ല്, വേഗം ഓടിച്ചെല്ല്. എന്നിട്ട് പെട്ടെന്ന് പോയി നിന്റെ അച്ഛനെ കൊണ്ട് എല്ലാം ചെയ്യിക്ക്. ഇനി ഇന്നു മുതൽ ഞാനും ചക്കിയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോ അമ്മയും ചക്കിയും ഒരു ടീമായെന്നാണോ പറയുന്നേ? അതെ ചിക്കു, ഞാനും അമ്മ ഒരു ടീമാ. എന്നാ ഞാനും അച്ഛനും ഒരു ടീമായിക്കോളാം. അച്ഛാ, 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 അച്ഛാ. എന്താ ചിക്കു? അച്ഛാ, ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം?
ഇന്ന് മുതൽ അമ്മ എന്റെ ഒരു കാര്യം ചെയ്തു തരില്ല എന്നാ പറഞ്ഞേ. ഇനി മുതൽ ചക്കിയുടെ കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ.